കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. നമ്മുടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുകയാണ്. 10 ദിവസം നീളുന്ന ഉത്സവം വരുന്ന ഫെബ്രുവരി 28 തുടങ്ങി മാർച്ച് 9 വരെയാണുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന കലശ ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പോൾ കലശ ചടങ്ങുകളെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ 1-2 ആളുകൾ എന്താണ് കലശ ചടങ്ങെന്ന് ചോദിച്ചു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഗുരുവായൂർ അമ്പല വിശേഷം കലശ ചടങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ ഈ കലശ ചടങ്ങുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനും ഉത്സവകാലത്തെ തിരക്കിലും മറ്റും സംഭവിക്കാനിടയുള്ള അശുദ്ധികളൊക്കെ നീക്കം ചെയ്യാനുമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ദ്രവ്യകലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കലശത്തിലും വെള്ളി മൺകുടങ്ങളിലുമായി പവിത്രമായ ദ്രവ്യങ്ങൾ, അതായത് പാല്, നെയ്യ്, ഇളനീർ, തേന് എന്നിവ നിറച്ച് മന്ത്രപുരസ്സരം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ദ്രവ്യകലശം. പിന്നീടുള്ളത് ബ്രഹ്മകലശമാണ്. ഏറ്റവും വലിയ സ്വർണ്ണകലശത്തിൽ മന്ത്രങ്ങൾ ജപിച്ച് ആവാഹിച്ച ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ക്ഷേത്രതന്ത്രിയാണ് ഈ കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. പിന്നീട് തത്വകലശം, ശരീരത്തിലെയും പ്രപഞ്ചത്തിലെയും വിവിധ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കലശങ്ങൾ പൂജിച്ച് അഭിഷേകം ചെയ്യുന്നതാണ് തത്വകലശം. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ സാധാരണയായിട്ട് തത്വകലശം, അതിനുശേഷം സഹസ്രകലശം, പിന്നീട് ബ്രഹ്മകലശം, അതായത് പ്രപഞ്ച നിർമ്മിതമായിരിക്കുന്ന 25 തത്വങ്ങളെ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയെ പ്രതീകാത്മകമായി ശുദ്ധീകരിക്കുന്ന ചടങ്ങായ തത്വകലശം ആദ്യം, പിന്നീട് സഹസ്രകലശം 1000 കുടങ്ങളിൽ പൂജിച്ച തീർത്ഥം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. അത് വളരെ വിപുലമായ രീതിയിലാണ് നടത്തുന്നത്. പിന്നീട് അവസാനം ബ്രഹ്മകലശം. ഇതാണ് കലശപൂജകളുടെ പരിസമാപ്തി. തന്ത്രിയുടെ നേതൃത്വത്തിൽ അതീവ ഭക്തിയോടെ നടക്കുന്ന ഈ അഭിഷേകത്തോടെ ഈ വിഗ്രഹത്തിന് പൂർണ്ണമായ ചൈതന്യം കൈവരുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു കലശ ചടങ്ങുകൾക്ക് ഭക്തരുടെ പങ്കാളിത്തം നേരിട്ട് പറ്റില്ലായിരിക്കും. എങ്കിലും നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഈ ഒരു സമയം നാമജപം ചെയ്ത് നടത്തിപ്പോകുന്നത് ഒരു വലിയ പുണ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പന് നാളെയാണ് ബ്രഹ്മകലശാഭിഷേകം നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്നു വരുന്ന ഈ കലശ ചടങ്ങുകളൊക്കെ നാളെ പൂർണ്ണതയിലെത്തുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം. ഏറ്റവും അതിവിശിഷ്ടമായ ബ്രഹ്മകലശാഭിഷേകമാണ് നാളെ രാവിലെ ശിവേലിയും പന്തിരടി പൂജയും കഴിഞ്ഞാൽ കലശം അകത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് വലിയ പാണി ഉച്ചപൂജയ്ക്ക് സഹസ്രകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകവും നടക്കും. ക്ഷേത്ര ചൈതന്യ വർധനവിനായി നടത്തുന്ന ഈ കലശ ചടങ്ങുകളുടെ ഭാഗമായി ഗുരുവായൂരപ്പന് ഇന്ന് തത്വകലശാഭിഷേകം നടന്നു. ശിവേലിക്ക് ശേഷം നമസ്കാര മണ്ഡപത്തിൽ തന്ത്രി ബ്രഹ്മശ്രീകൃഷ്ണൻ നമ്പൂതിരിപ്പാട് തത്വഹോമവും തത്വകലശ പൂജയും നിർവഹിച്ചു. നാളെ സഹസ്രകലശത്തിനായി കൂത്തമ്പലത്തിൽ പട്ടുകൊണ്ട് വിധിച്ച ആലവട്ടവും വെഞ്ചാമരവും പട്ടുകുടയും കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പത്മമിട്ട് വെള്ളിക്കുടങ്ങളും സ്വർണ്ണക്കുടങ്ങളും കമഴ്ത്തി വെച്ചു. മുളയറകളിലെ ധാന്യമുളകൾ കൂത്തമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചെത്തിച്ചിട്ടുണ്ട്. സഹസ്രകലശത്തിന് ഗുരുവായൂരപ്പൻ അനുമതി നേടുന്ന അനുജ്ഞാ പ്രാർത്ഥന അല്പസമയത്തിനകം നടക്കുമെന്നാണ് പറഞ്ഞത്. നാളെ രാവിലെ 6:30 മുതൽ കൂത്തമ്പലത്തിൽ നിന്ന് 1000 കുടങ്ങളിലെ കലശങ്ങൾ കീഴ്ശാന്തിമാരായി നിരനിരയായിട്ട് ശ്രീലകത്തെത്തിക്കും. അതോടെ ബ്രഹ്മകലശവും സമാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചടങ്ങുകളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നടക്കുവാനായി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു.